എക്സ്പെക്ട് ചെയ്യുന്ന ആ മുഖം ആരായിരിക്കും? യെസ്, എന്തായാലും ഇനി ഈ ഒരു സ്റ്റേജ് ഞാൻ കംപ്ലീറ്റ് വിട്ടുകൊടുക്കാൻ പോവാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇതുപോലൊരാള് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നല്ലൊരു സിംഗറാണ്, ഒരു കിഡിലൻ സ്റ്റേജ് പെർഫോമർ ആണ്, ഒരു ഷോ സ്റ്റോപ്പർ ആണ്. ഇത്ര പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം റിമി ടോമി. താങ്ക് യു സുന്ദരിയായ അവതാരക. ചേച്ചി, എന്താണ് തിരുവല്ലക്കാരോട് പറയാനുള്ളത്? എന്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജത്തി അനുജന്മാർക്കും വിനീതമായ നമസ്കാരം. ഏറ്റവും നന്ദി പറയേണ്ടത് എന്തു നല്ല മനുഷ്യരായി തിരുവല്ലക്കാരൻ ഞാൻ ആലോചിക്കായിരുന്നു. ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കണിക്കൊന്ന പൂ തൊലഞ്ഞു നിൽക്കുന്ന പോലെ എല്ലാവരും 32 പല്ലും കാണിച്ച് എന്നെ ഇങ്ങനെ ചിരിച്ചിരിക്കുക. ചില സ്ഥലത്ത് നിന്നും പറയും, ചേട്ടാ ചേച്ചി ഒന്ന് ചിരിക്കണേ കൈയടിക്കണേന്ന്. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അയ്യോ, ഫ്രണ്ടിൽ തന്നെ തിരുമേനി ഇരിപ്പുണ്ട്, അച്ഛ ഈശംശേക്കും സ്തുതിയായിരിക്കട്ടെ. വേറൊരു അച്ഛൻ ഇരിപ്പുണ്ട്, അച്ഛനും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഈ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് ഇരിക്കുന്ന പോലെ ആട്ടിടയന്മാർ ഇരിക്കുക, സമാധാനമായിട്ട് ശാന്തമായിട്ട് ഇരിക്കുക. അച്ചായൻ പുറകോട്ട് നോക്കി ചിരിച്ചു, ചേച്ചി ഒന്ന് നോക്കുന്നു. ഏത് ചേച്ചിനെ ചിരിച്ച് കാണിച്ചത്? എന്നെയായിരുന്നോ? അച്ചായ സാരി എങ്ങനെയുണ്ട്? ഞാൻ പ്രത്യേകം തുന്നി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സാരിയിൽ പൂവൊന്നും ഇല്ലായിരുന്നു. തിരുവല്ലയാണെന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്തര 5-8 പൂ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ തുന്നി പിടിപ്പിച്ച പൂക്കളാണ്. കൈയടിക്കാൻ സന്തോഷം, ഇഷ്ടപ്പെടും എനിക്ക്. അപ്പോൾ നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ മനസ്സെന്ന് വെച്ചാൽ നമ്മൾ മലയാളം പാട്ട് മാത്രമല്ല, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്താണെങ്കിലും നല്ല പാട്ടുകളാണ് നമ്മൾ കേട്ടോളും. പക്ഷേ മലയാളം പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു മലയാള തനിമയായിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് പാടാൻ പോകുന്നത്. മോഹൻലാൽ ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ചാൽ ഭയങ്കര. ലാലേട്ടൻ്റെ പുതിയ ചിത്രങ്ങൾ നമുക്കിഷ്ടമാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടക്കാല ചിത്രങ്ങൾ, അതിലെ പാട്ടുകൾ, പ്രത്യേകിച്ച് രവീന്ദ്ര മാഷിൻ്റെ സംഗീതം കൂടെ വരുമ്പോൾ അത് മലയാളികളുടെ ഒരു അഹങ്കാരം തന്നെയാണ് ഈ വക കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് കൈരളി ചാനലിന് അവർ നേർച്ച നേർന്നേക്കുവാൻ തോന്നുന്നു. അവരൊരു 5 ഇവൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ വർഷത്തിൽ 3 ഇവൻറ്റ് ദുബായിലും 2 ഇവൻറ്റ് തിരുവല്ലയിലും ആയിരിക്കും. അവർക്ക് വേണേൽ എവിടെയൊക്കെ വെച്ച് നടത്താം, കൊച്ചിയിലും തിരുവനന്തപുരത്തും വെച്ച് നടത്താം. പക്ഷേ തിരുവല്ലയിൽ പരിപാടി നടത്തിയാൽ അവർക്കറിയാം അത്ര കിടു ഓഡിയൻസ് ആയിരിക്കും. അത് കേരളത്തിൽ മറ്റൊരിടത്തും കിട്ടത്തില്ലെന്നും അവർക്കറിയാം. മലയാള ഭാഷയെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ചാനൽ, ഒരുപാട് ചാനലുകൾ വന്നു പോകുന്നു. പക്ഷേ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ചാനൽ നോക്കുവാണ്, ഇപ്പോഴും അതേ പൊസിഷനിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കൈരളി ചാനൽ മലയാള ഭാഷയെ ഏറ്റവും കൂടുതൽ, ആ കൈരളി എന്നുള്ള വാക്കിൽ തന്നെയുണ്ട്, അവരുടെ തീം സോങ്ങിൽ തന്നെയുണ്ട്. നീലവാനിന്നു കീഴിലായി അലയാഴിതൻ തീരഭൂവിലായി ജാലകം തുറന്നിടുക മലയാളമാം ദൃശ്യചാരുത. അത്രയും മനോഹരമായ ഒരു തീം സോങ് ദാസാർ ഗാനഗന്ധർവൻ നമുക്കായി പാടി തന്നിരിക്കുന്നു. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഒരു മലയാള തനിമയായിട്ടൊരു പാട്ട്. പാട്ടിന് അങ്ങനെ ജാതി മതമൊന്നുമില്ല. തിരുമേനി ഇങ്ങനെ ഒന്ന് ഓക്കെ കാണിച്ച് എനിക്ക് പാടാം. നല്ല തിരുമേനി എന്നെ ഇങ്ങനെ വരെ കാണിച്ചു. തിരുമേനി എന്നിലുള്ള എല്ലാ പാപങ്ങളും പൊറുക്കുക എന്ന് പറഞ്ഞ് ഞാൻ ധൈര്യമായിട്ട് എനിക്ക് പാടാം. പൊറുത്തിരിക്കുന്നു. താങ്ക് യു അച്ഛാ.